ടെക്നോയുടെ ടെക്നോ പോപ്പ് 5 LT എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 6300 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണോ ടെക്നോ പോപ്പ് 5 LT എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ പോപ്പ് 5 LT എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ടെക്നോ പോപ്പ് 5 LTയിൽ 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നു എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാ ഫോണുകളിലും HD റെസൊല്യൂഷൻ തന്നെയാണ് വരുന്നത്. ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഒരു ഫോണുകളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നില്ല. പിന്നെ ഈ ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതും നമുക്ക് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണുകളിലും നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ കിട്ടുന്നില്ല. പിന്നെ ഈ ഫോണിൽ 120 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഏകദേശം 90% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 480 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6300 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ടെക്നോ പോപ്പ് 5 LT എന്ന ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു വരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ ബാക്കിലാണ് വരുന്നത്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഒന്നും കിട്ടുന്നില്ല. ആ ഒരു ടൈമിൽ ഈ ഫോണിൽ ആ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ IPX2 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ കറക്റ്റ് ചെയ്ത് പ്രോസസ്സറാണ് വരുന്നത് എന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് അവർ കൺഫേം ചെയ്തിട്ടില്ല. എന്നാലും പറയുന്നത് 1.6 GHz ക്ലോക്ക് ചെയ്യുന്ന ഒരു ഒക്ടാ കോർ പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത് എന്നാണ്. ഇത് unisoc SC9863 എന്ന പ്രോസസ്സറാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. 6300 രൂപ പ്രൈസ് റേഞ്ചിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു unisoc SC9863 എന്ന പ്രോസസ്സർ. പിന്നെ ഈ ഫോണിൽ 2 GB റാം കൊടുത്തിട്ടുണ്ട്. 32 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 256 GB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Android 11 ബേസ് ചെയ്തിട്ടുള്ള Go Edition സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. Go Edition എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ പ്രോസസ്സർ അത്രയും പവർഫുൾ അല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റാമൊക്കെ കുറവാണെന്നുണ്ടെങ്കിലോ ഹാങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡിൻ്റെ ഒരു ലൈറ്റ് വെർഷൻ സോഫ്റ്റ്വെയർ ഫോണുകളിൽ കൊടുക്കാറുണ്ട്. അതാണ് ഈ ഒരു Go Edition സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. Android 11 Go Edition ബേസ് ചെയ്തിട്ടുള്ള iOS സോഫ്റ്റ്വെയറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 8 MP f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് 2 MP f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു സെൻസറും വരുന്നുണ്ട്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 5 MP f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണിലുള്ള നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത് 6299 രൂപയാണ്. ആമസോൺ വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. ജനുവരി 16 ഈ ഫോണിൻ്റെ ആദ്യത്തെ സെയിൽ നടക്കുന്നത്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6300 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോപ്പ് 5 LT എന്ന ഫോണിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ടെക്നോ പോപ്പ് 5 LT എന്ന ഫോൺ. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.